ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അതാണ് ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. കണ്ട ആളുകള് ഇങ്ങനെ പ്രാഹു പറഞ്ഞിട്ടുണ്ട്. വേര് മുകളിലേക്കും തായ്തടിയും ശിഖരങ്ങളുമെല്ലാം താഴേക്കും ആയിട്ട് വ്യാപിച്ചു നിൽക്കുന്ന അശുദ്ധവൃക്ഷമാണ് ഈ പ്രപഞ്ചം എന്ന് അതിനെ കണ്ട ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ വേരുകൾ മുകളിലേക്ക്? ഈ ലോകത്തിലെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളതിനേക്ക് നമ്മൾ മുകളിൽ എന്ന് പറയാം. നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്താരീതിയാണ്. അതേ സമയത്ത് അതിനേക്കാളും പ്രാധാന്യം കുറഞ്ഞുള്ളതിനെ താഴെ 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 എന്ന് പറയും. അത് നമ്മുടെ സാധാരണ ഭാഷാ പ്രയോഗത്തിൽ മുഴുവനുണ്ട്. നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങളിലും ഒക്കെ ഉണ്ട്. ലോവർ പ്രൈമറി സ്കൂൾ, അപ്പർ പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ. നോക്കിക്കോണം, മുകളിലേക്ക് ചെല്ലുന്തോറും അപ്പർ പ്രൈമറി ആയി, പിന്നെ ഹൈസ്കൂളായി, ഹയർ സെക്കൻഡറി ആയി. ഇങ്ങനെ അതാണ് മുകളിൽ എന്ന് പറയുമ്പോ കൂടുതൽ 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 പ്രാധാന്യമുള്ളത്, മഹനീയമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ ജഗത്തില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താ? ജഗത്തിന് മുഴുവൻ ആധാരമായി നിൽക്കുന്ന, ഈ ജഗത്തിന്റെ ഉള്ളിലും പുറമേയും വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവ് തന്നെ. പരമാത്മാവിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് യാതൊന്നും തന്നെയില്ല. എല്ലാം ശ്രേഷ്ഠം തന്നെ, പക്ഷെ പരമാത്മാവിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് യാതൊന്നുമില്ല. ബാക്കി എല്ലാം ശ്രേഷ്ഠമായി തീരുന്നത് എന്തുകൊണ്ടാ? പുൽക്കടി പോലും ശ്രേഷ്ഠമായി തീരുന്നത് എന്തുകൊണ്ടാ? അത് പരമാത്മാവിന്റെ തന്നെ വേറൊരു രൂപമാകൊണ്ടാണ്. അദ്ദേഹം തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന, മായ കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്ന തന്റെ ഒരു രൂപമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പുൽക്കടിക്കും മണൽത്തരിക്കും ഒക്കെ പ്രാധാന്യവും പവിത്രതയ്ക്കുള്ളത്. അതെല്ലാം പവിത്രമാണ്. ഇതിനെല്ലാം പവിത്രമാക്കുന്ന ആ പരമാത്മാവാണ് ഏറ്റവും പവിത്രം. അതുകൊണ്ടാണ് ഈ ലോകമാകുന്ന വൃക്ഷത്തിന്റെ, അശ്വത്ഥത്തിന്റെ, അരയാലിന്റെ വേര് അങ്ങ് മുകളിലേക്കാണ്, പരമാത്മാവിലേക്കാണ്. ഈ വൃക്ഷത്തിന്റെ വേര് പരമാത്മാവിലാണ്. ഈ പ്രപഞ്ചമാകുന്ന അശ്വത്ഥം ഉണ്ടാകുന്ന പരമാത്മാവിലാണ്. നമുക്കറിയാം, ഭൂമിയില് വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു, വേര് താഴേക്ക് പോകുന്നു. ആ ഭൂമി ഉണ്ടെങ്കിലേ വൃക്ഷം ഉണ്ടാവൂ. ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം ഉണ്ടാകണമെങ്കിൽ അതിനാധാരമായിട്ട് ഒരു വലിയൊരു തത്വം വേണം, മാറ്റമില്ലാത്തതായ തത്വം. അതാണ് പരമാത്മാവ്. അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. അതാണ് മുകളിൽ എന്ന് പറഞ്ഞത്. അങ്ങനെ ആ പരമാത്മാവിൽ വേരുറപ്പിച്ച് നിൽക്കുന്ന അശ്വത്ഥ വൃക്ഷമാണ് ഈ പ്രപഞ്ചം എന്നറിയാം. ഛന്ദാംസി യസ്യ പർണാനി. ഈ പ്രപഞ്ചമാകുന്ന അശ്വത്ഥ വൃക്ഷത്തിന്റെ പർണങ്ങൾ, ഇലകൾ, അത് ഛന്ദസ്സുകളാണ്, വേദമന്ത്രങ്ങളാണ്. അപ്പോ ആ വൃക്ഷത്തിന്റെ ഇലകളുടെ സ്ഥാനമാണ് വേദമന്ത്രങ്ങൾക്കുള്ളത്. ഈ ഇലകളെക്കാളും പ്രാധാന്യം വൃക്ഷത്തിനാണ് എന്ന് മനസ്സിലാക്കണം. വേദമന്ത്രങ്ങളെക്കാളും പ്രാധാന്യം ഈ വൃക്ഷത്തിനാണ്. അതിൽ ഉണ്ടാകുന്നതാണ്, അതിൽ കൂടി ആവിഷ്കൃതമാകുന്നതാണ് ഈ വേദമന്ത്രങ്ങൾ. ആരാണോ ഇങ്ങനെ വേരും മുകളിലേക്കും ശാഖകളെല്ലാം താഴേക്കും ഒക്കെയായിട്ട് വ്യാപിച്ച് ഇലകളാകുന്ന മന്ത്രങ്ങളെ, ആയിരം 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 മന്ത്രങ്ങളെ, എപ്പോഴും ഇങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങളെ. അശ്വത്ഥത്തിന്റെ ഇലകൾ അങ്ങനെയാണല്ലോ, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ജീവന്റെ നിരന്തരമായിട്ടുള്ള കമ്പനം അതിലുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് ആസ്പദം നിർഗുണ നിരാകാര നിശ്ചര ബ്രഹ്മത്തിൽ
ആ ബ്രഹ്മത്തിന്റെ സങ്കല്പത്താൽ ഉണ്ടാകുന്ന ചലനമാണ്. അതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കാസ്പദം. ആ ചലനം സ്പന്ദനമാണ്. സ്പന്ദനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്പന്ദനത്തിന്, നമ്മുടെ ഹൃദയം മിടിപ്പിന് ഇതേപോലെ ഏതൊരു മിടിപ്പും അതാണ് ചലനത്തിന്റെ ഏറ്റവും ചെറിയ രൂപം. അതിനൊരു തുടക്കമുണ്ട്, ഏതൊരു സ്പന്ദനത്തിനും അതിനൊരു മധ്യമുണ്ട്, അതിനൊരു അവസാനവും. അങ്ങനെ ഈ 3 ഘട്ടങ്ങളില്ലാത്ത ഒരു സ്പന്ദനവും ഇല്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായിട്ട് പരമാത്മാവിന്റെ ആ സങ്കല്പം, അതാണ് ആദ്യത്തെ സ്പന്ദനം. ആ സ്പന്ദനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് തുടക്കവും ഇല്ല, മധ്യവും ഇല്ല, ഒടുക്കവും ഇല്ല. ഈ ലോകത്തിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള ഏതൊരു സ്പന്ദനത്തിനും ഹൃദയമിടിപ്പ്, അതിനും തുടക്കവും മധ്യവും ഒടുക്കവും. ഇതിനതില്ല. അങ്ങനെ തുടക്കവും മധ്യവും ഒടുക്കവും എന്ന് കഴിഞ്ഞാൽ അവിടെ കാലം പ്രവർത്തിച്ചു തുടങ്ങി. കാലത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തലം അവിടെ പ്രവർത്തിച്ചു തുടങ്ങും. അതില്ല അവിടെ. തുടക്കവും മധ്യവും ഒടുക്കവും ഇല്ലാത്തതായ സ്പന്ദനമാണ്. അതുകൊണ്ട് അതിന് സ്പന്ദം എന്ന് പറയും. സാധാരണ സ്പന്ദനങ്ങൾ എന്നിട്ട് വേറിട്ട് കാണിക്കാൻ വേണ്ടി സ്പന്ദം എന്ന് പറയും. അതാണ് ആദിപരാശക്തി. സ്പന്ദമാണ് പരമാത്മാവിൽ ഉണ്ടാകുന്ന സ്പന്ദം. അതുകൊണ്ട് ശാക്തേയന്മാരുടെ അടിസ്ഥാന പ്രമാണമായിട്ട് ഒരു പുസ്തകമുണ്ട്, പ്രസിദ്ധമായ അതിപ്രാചീനമായിട്ടുള്ള സ്പന്ദകാരിക. ഈ സ്പന്ദത്തെ വിശദീകരിച്ച് നമുക്ക് തരുന്നതായ പ്രാമാണികമായിരിക്കുന്ന ഗ്രന്ഥം. അത് ശിവസൂത്രങ്ങളുടെ വിശദീകരണമായിട്ട് വരുന്നതാണ് സ്പന്ദകാരിക. അങ്ങനെ ആ പരമാത്മാവിൽ ഉണ്ടാകുന്നതായ സ്പന്ദം, ആ സ്പന്ദം, ആ ചലനം, അതിങ്ങനെ സ്ഥൂലമായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ സ്ഥൂലീകൃതമായി വരുമ്പോ ഈ പ്രപഞ്ചത്തിലെ സകല അത്യന്തം സ്ഥൂലമായിട്ടുള്ള ചലനങ്ങളും ഉണ്ടാകും. നക്ഷത്രങ്ങളുടെ ചലനം, നക്ഷത്ര സമൂഹങ്ങളുടെ ചലനം, അതേപോലെ തന്നെ സൂര്യന്റെ ചലനം, ഈ ഭൂമിയുടെ ചലനം, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ആറ്റമിന്റെയും ഉള്ളിലുള്ള ഇലക്ട്രോണുകളുടെ ചലനം, സബ് അറ്റോമിക് പാർട്ടിക്കിളുകളുടെ ചലനം, നമ്മുടെ മനസ്സിന്റെ ചലനം, ഇങ്ങനെ സകല ചലനങ്ങളും ആ സ്പന്ദത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആ അമ്മ, പ്രപഞ്ചമാതാവ്, ആദി പരാശക്തി, പരമാത്മാവിൽ നിന്നിട്ട് അഭിന്നമായിരിക്കുന്ന ആ ചൈതന്യം ഒന്ന് സ്പന്ദിക്കുമ്പോ അനന്ത കോടി യുഗങ്ങളിലൂടെ കടന്നു പോകുന്നു. അതാണ് ഉന്മേഷ നിമേഷ ഉത്പന്ന വിപന്ന ഭുവനാവല്യൈ നമ എന്ന ആ സ്പന്ദരൂപിണിയായിരിക്കുന്ന ആദിപരാശക്തിയെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ മന്ത്രങ്ങളെല്ലാം വേദാന്തത്തിന്റെ പരിപൂർണമായ അർത്ഥത്തിന്റെ അനുഭൂതിയുടെ ആവിഷ്കൃതികളാണ്. അങ്ങനെ ആ സ്പന്ദനം നമുക്കിവിടെ ഈ ആലിലയിലും കാണാം. പ്രപഞ്ചത്തിൽ മുഴുവൻ ഈ ചലനമാണ്. ആ സ്പന്ദത്തിന്റെ അനുരണനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണോ വളരെ സ്ഥൂലമായിട്ട്. അത് തന്നെ ഈ ആലിലയിലും കാണാം. ഒരിക്കലും അരയാല് നിശ്ചലമായിട്ട് നിൽക്കില്ല. അങ്ങനെയുള്ളതായ ഈ അരയാലിനെ ആരാണോ പൂർണ്ണമായും അറിയുന്നത്, സവേദവിദ്, അവനാണ് വേദത്തെ അറിഞ്ഞയാള്. എന്താ ഈ ശാഖകള്? വേര് മുകളിലേക്ക് നിൽക്കുന്നു, ബ്രഹ്മത്തിൽ വ്യാപിച്ചു നിൽക്കുന്നു. എന്താ ഈ വൃക്ഷത്തിന്റെ ശാഖകള്? ആ വൃക്ഷത്തിന്റെ ശാഖകളാണ് ആ വൃക്ഷത്തിൽ ഉണ്ടായി നിലനിൽക്കുന്നതായ 14 ലോകങ്ങൾ. ആ ഉൽപ്പത്തിക്ക് ഒരു ക്രമമുണ്ട്. ആ ഉൽപ്പത്തിയുടെ ക്രമം ഇതിനകത്ത് നമ്മൾ 8-ാം അധ്യായത്തിൽ കേട്ടു. 7-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടു വളരെ വിശദമായിട്ട്. ഭൂമിരാപോ അനലോവായും ഹം മനോബുദ്ധിരേവച എന്നിങ്ങനെ വളരെ വിശദമായിട്ട് തന്റെ പ്രകൃതികളെ ആ പരമാത്മാവിൽ നിന്ന് ഉണ്ടായി വികസിച്ച് ജഗത്തിനെ ഇങ്ങനെ അനുഭവപ്പെടുത്തുന്ന പ്രകൃതികളെ ഭഗവാൻ പറയുന്നത് നമ്മൾ അവിടെ കേട്ടു, നമ്മൾ അറിഞ്ഞു. ആ ഉൽപ്പത്തിക്ക് ഒരു ക്രമവും, അതും ഇതിന്റെ തടികൾ, വിവിധങ്ങളായ ശാഖകളാണ്. പരമാത്മാവിൽ നിന്നിട്ട് സ്പന്ദം, മൂലപ്രകൃതി എന്ന് പറയും, അല്ലെങ്കിൽ മഹാമായ എന്ന് പറയും, അല്ലെങ്കിൽ മായ എന്ന് പറയും, അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയും. ഇങ്ങനെ പല പേരുകളുണ്ട്. ആ പേരുകൾക്ക് പല കാരണങ്ങളും.
അതിൽ നിന്നിട്ട് മഹത്തത്വം, പരമാത്മാവിന്റെ തന്നെ പ്രേരണയാൽ ആ മൂലപ്രകൃതിക്ക് പിന്നെ മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരതത്വം, അതിൽ നിന്നിട്ട് ശബ്ദതത്വം, അതിൽ നിന്ന് സ്പർശതത്വം, അതിൽ നിന്ന് രൂപതത്വം, അതിൽ നിന്ന് രസതത്വം, അതിൽ നിന്ന് ഗന്ധതത്വം. ഈ ശബ്ദസ്പർശ രൂപ രസ ഗന്ധ തത്വങ്ങൾക്ക് അപഞ്ചീകൃത പഞ്ചഭൂതങ്ങൾ എന്ന് പേരുണ്ട്, അല്ലെങ്കിൽ പഞ്ചഭൂത തന്മാത്രകൾ എന്ന് പേരുണ്ട്. ഈ അപഞ്ചീകൃത പഞ്ചഭൂത തന്മാത്രകളിൽ നിന്നിട്ടാണ് പിന്നെ ബാക്കി ഈ പ്രപഞ്ച പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ അപഞ്ചീകൃത പഞ്ചഭൂത തന്മാത്രകൾ അഞ്ചിന്റെയും സാത്വികമായ അംശം എടുത്തിട്ട് വരുന്നു മനസ്തത്വം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, തത്വം എന്ന നാലായിട്ട് നമ്മള് പഠിക്കാൻ സൗകര്യത്തിന് പഠിക്കുന്ന ആ മനസ്തത്വം, അത് പഞ്ചീകൃത പഞ്ചഭൂത തന്മാത്രകളിൽ നിന്നും ഉണ്ടാകുന്നു. പിന്നെയോ അത് അതിന്റെ സാത്വികാംശത്തിൽ നിന്നിട്ടാണ്. ഇതിന്റെ തന്നെ അപഞ്ചീകൃത പഞ്ചഭൂത തന്മാത്രകളിൽ നിന്നിട്ട് മനസ്തത്വം, ആ അപഞ്ചീകൃത പഞ്ചഭൂത തന്മാത്രകളിൽ നിന്നിട്ട് പിന്നെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, ശബ്ദതത്വത്തിൽ നിന്നിട്ട് നമുക്ക് ചെവി എന്നുള്ളത്, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇത് ഈ അപഞ്ചീകൃത പഞ്ചഭൂത തത്വങ്ങളിൽ നിന്നിട്ട് അല്ലെങ്കിൽ പഞ്ചഭൂത തന്മാത്രകളിൽ നിന്നിട്ട് ഉണ്ടാകുന്നതാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ അതിന്റെ തന്നെ അപഞ്ചീകൃത പഞ്ചഭൂത തന്മാത്രകളുടെ രാജസാംശത്തിൽ നിന്നിട്ട് നമ്മുടെ 5 കർമ്മേന്ദ്രിയം. പിന്നെയോ ഈ അപഞ്ചീകൃത പഞ്ചഭൂത തന്മാത്രകളിൽ താമസമായൊരംശമുണ്ട്. അത് പഞ്ചീകരണം എന്നുള്ള പ്രക്രിയയ്ക്ക് വിധേയമായി തീരും. ആ പഞ്ചീകരണം എന്നുള്ള പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ട് അത് സ്ഥൂല പഞ്ചഭൂതങ്ങളായി തീരുന്നു. അതിൽ നിന്നിട്ടാണ് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നുള്ള സ്ഥൂല പഞ്ചഭൂതങ്ങൾ. അങ്ങനെ 24 പ്രകൃതി തത്വങ്ങൾ, 5 സ്ഥൂലഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 15 മനസ്തത്വം, 16. പിന്നെയോ 5 തന്മാത്രകൾ, 16, 5, 21. പിന്നെയോ അതിനും അപ്പുറം സൂക്ഷ്മതലത്തില് ആ പഞ്ചഭൂതങ്ങൾക്കും അപ്പുറം അഹങ്കാര തത്വം 22. പിന്നെയോ തത്വം 23. പിന്നെ മൂലപ്രകൃതി 24 അഥവാ സ്പന്ദം 24. ഇങ്ങനെ 24 പ്രകൃതി തത്വങ്ങൾ ഈ ക്രമത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. പ്രകൃതി 3 ഗുണങ്ങളോട് കൂടിയതാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ്. ആ 3 ഗുണങ്ങൾ ഈ പറഞ്ഞ എല്ലാത്തിനുമുണ്ട്. ഇതാണ് നമ്മുടെ ഈ ആത്മാവിനെ ഇവിടെ ഈ ജഗത്തില് ബന്ധിച്ചിടുന്നത്. അതിന് നാം നമ്മുടെ സാധനകളിലൂടെ കടക്കണം. കടക്കുമ്പോഴാണ് പരിപൂർണമായിട്ടും നിർഗുണ നിരാകാരമായിരിക്കുന്ന ആ അഖണ്ഡമായ സച്ചിദാനന്ദത്തെ അനുഭവിച്ചറിയാനായി സാധിക്കുക. അതാണ് ഈ 15-ാം അധ്യായത്തിന്റെ വിശദമായിട്ടുള്ള ചർച്ച. അങ്ങനെ ഈ 24 തത്വങ്ങളും ആണ് ഈ വിവിധങ്ങളായ ശാഖകൾ. താഴേക്ക് അതിങ്ങനെ താഴേക്ക് വ്യാപിച്ച് വരികയാണ്. ഈ 24 തത്വങ്ങളുടെ പല അളവിലുള്ളതായ കൂടിക്കലർന്നുകൾ കൊണ്ട് 14 ലോകങ്ങൾ ഉണ്ടാകുന്നു.